നമസ്കാരം. മലയാള സിനിമാ സംഘടനയിൽ തർക്കം അതിതീവ്രമാകുമ്പോൾ ഇനിയുള്ള ദിനങ്ങൾ പൊട്ടിത്തെറിയുടേതാകും. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ വിമർശനവുമായി മുതിർന്ന നിർമ്മാതാവായ ജി സുരേഷ് കുമാർ രംഗത്തെത്തിയത് ഏറെ നിർണായകമായി. സമരനിർണയം ഒരാളുടെ മാത്രം തീരുമാനമല്ലെന്നും സംഘടനകളുടെ കൂട്ടായ തീരുമാനമാണെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി. ആന്റണി സംഘടനാ യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സുകൾ പരിശോധിച്ചാൽ സത്യം മനസ്സിലാക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സിനിമ നിർമ്മിച്ച ആളാണ്, ഞാനൊരു മണ്ടനല്ല, തമാശ കളിക്കാനല്ല സംഘടന. എമ്പുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ബന്ധപ്പെട്ടവരിൽ നിന്നുള്ള വിവരത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. അത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം, എങ്കിലും സമരവുമായി മുന്നോട്ട് പോകുമെന്നും സുരേഷ് കുമാർ പറയുന്നു. മലയാള സിനിമാ മേഖലയിലെ രൂക്ഷ ഭിന്നിപ്പിന്റെ സൂചനയാണ് ഇതെല്ലാം. മലയാള സിനിമയെ രക്ഷിക്കാൻ ഒരു നാഥൻ മുൻപോട്ട് വരുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. വിഷയത്തിൽ സർക്കാർ ഇടപെടലിന് പോലും സാധ്യതയേറെയാണ്. സുരേഷ് കുമാറിന്റെ പരാമർശങ്ങൾ തെറ്റിദ്ധാരണയ്ക്കും അനാവശ്യ ആശങ്കയ്ക്കും ഇടയാക്കുന്നതാണെന്നും സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം മാത്രം അവതരിപ്പിക്കണമെന്നുമാണ് ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചിരുന്നത്. മോഹൻലാലിന്റെ അതിവിശ്വസ്തനാണ് ആന്റണി. സുരേഷ് കുമാർ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരനും. മോഹൻലാലിനെ സിനിമയിലേക്ക് എത്തിച്ചതിൽ പങ്കുള്ള പ്രധാനി. അമ്മയ്ക്ക് നാഥനില്ലെന്ന പരാമർശത്തോടെയാണ് സുരേഷ് കുമാറിനെതിരെ നടന്മാരുടെ ഇടയിൽ വികാരമുണ്ടാകുന്നത്. നടന്മാരിൽ ബഹുഭൂരിഭാഗവും ആന്റണി പെരുമ്പാവൂരിനൊപ്പമാണ്. ആന്റണിയുടെ വിമർശന പോസ്റ്റ് പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും അജു വർഗീസും ഷെയർ ചെയ്തു. അതായത് മോഹൻലാലിന്റെ അടുത്ത അനുയായിയുടെ നീക്കത്തെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ പിന്തുണയ്ക്കുന്നു. ചേരിതിരിവിന്റെ സന്ദേശം നൽകാനാണ് ഈ ഷെയറിംഗ് എന്നും വ്യക്തം. ആന്റണി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ സിനിമ നിർമ്മിച്ചയാളാണ് താനെന്നും അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാൽ ആയതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്നും സുരേഷ് കുമാർ പറയുന്നു. അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളെന്ന നിലയിലും എത്രയോ കാലമായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലും എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. വിവിധ സംഘടനകളുമായി നീണ്ട നാളായി ചർച്ച ചെയ്തതിനു ശേഷമാണ് സമരത്തിലേക്ക് പോവുകയാണെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഞാനൊരു മണ്ടനല്ല, ഒരുപാട് കാലമായി ഇവിടെയുണ്ട്. ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് ഞാൻ. തമാശ കളിക്കാനല്ല ഞാൻ സിനിമയിലിരിക്കുന്നത്. 46 വർഷമായി സിനിമാ രംഗത്ത് വന്നിട്ട്. മോഹൻലാലിന്റെ അടുത്ത് വരുന്ന സമയം മുതൽ എനിക്കറിയാവുന്ന ആളാണ് ആന്റണി. ആന്റോ ജോസഫ് മെയ് മാസം വരെ അസോസിയേഷനിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രതികരിച്ചത്. അസോസിയേഷന്റെ ഒരു കാര്യത്തിനും ആന്റണി വരാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടാണ് എമ്പുരാന്റെ കാര്യം പറഞ്ഞത് പിൻവലിക്കണമെങ്കിൽ ചെയ്യും. അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണ്. ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. 100 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കുകൾ ആന്റണി അടക്കമുള്ളവർ കാണിക്കട്ടെ. ഇതാണ് സുരേഷ് കുമാറിന്റെ പ്രതികരണം. ഇതിലും ചില മുനകൾ സുരേഷ് കുമാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആന്റോ ജോസഫിനെ മുന്നിൽ നിർത്തി നിർമ്മാതാക്കളുടെ സംഘടനയിൽ കരുത്ത് കാട്ടാനാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ശ്രമം. സംഘടനയുടെ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണയ്ക്കുന്നവർ ആവശ്യപ്പെട്ടേക്കും. അതിനിടെ സിനിമാ സമരം, താരങ്ങളുടെ പ്രതിഫലം തുടങ്ങിയ വിഷയങ്ങളിൽ സുരേഷ് കുമാറിനെ പിന്തുണച്ച് നിർമ്മാതാവ് സിയാദ് കോക്കർ ചർച്ചയ്ക്ക് പുതുമാനം നൽകുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം വൈകാരികമാണെന്നും സുരേഷ് കുമാർ പറഞ്ഞ കണക്കുകൾ സത്യമാണെന്നും സിയാദ് കോക്കർ പറഞ്ഞു. ആന്റണി പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ വികാരം കൊണ്ട് പറഞ്ഞു. സിനിമാ സമരം എന്ന് പറയുന്നത് സർക്കാരിനെതിരെയാണ്. താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യമൊക്കെ പിന്നെ വരുന്നതാണ്. കൂടുതൽ ലാഭവിഹിതം കൊണ്ടുപോകുന്നത് സർക്കാരാണ്. അതാണ് പ്രധാനം. ആന്റണിയുടെ പോസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. അതിൽ അദ്ദേഹത്തിന്റെ വികാരം പറഞ്ഞതാകും. ആന്റണിയെ മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരാമായിരുന്നു, അഭിപ്രായം പറയാമായിരുന്നു. മാറിയിരുന്ന് ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ? ഞാനായാലും സുരേഷ് കുമാർ ആയാലും ആന്റണിയുമായി വളരെയധികം ബന്ധമുള്ള ആളുകളാണ്. ഇതാണ് സിയാദ് കോക്കറിന്റെ പ്രതികരണം. സിനിമാ നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾ തുറന്നുകാട്ടി സുരേഷ് കുമാർ ഉന്നയിച്ച ചില വാദങ്ങൾ വ്യാപക ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. അതിനിടെ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി വിനയനും രംഗത്ത് വന്നു. മലയാള സിനിമാ മേഖലയിൽ പരിഹരിക്കപ്പെടേണ്ടതായി നിരവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും സമരം പോലുള്ള നടപടികളിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നുവെന്ന് വിനയൻ പറയുന്നു. താരങ്ങളുടെ പ്രതിഫലം നിയന്ത്രിക്കാൻ പറ്റുന്ന സമയത്ത് സംഘടനകൾ ഒന്നും ചെയ്തില്ല. ഇവർ തന്നെയാണ് നിരക്ക് കൂട്ടിക്കൊടുത്തത്. ഇപ്പോൾ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. താരസംഘടനയായ അമ്മ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് വിരുദ്ധ ചർച്ചയിൽ തന്റെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി പറയുക കൂടിയാണ് വിനയൻ.